എറണാകുളം കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റിയതോടെ ട്രെയിൻ ഗതാഗതം തകരാറിലായി. ട്രെയിൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചായിരുന്നു അപകടം. ആളപായമില്ല. ഒരു ട്രാക്കിലൂടെ മാത്രമാണ് ട്രെയിനുകൾ കടത്തിവിടുന്നത്. ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. ആര്യ വിനോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ആര്യ, ഇപ്പോൾ പാളം തെറ്റിയ ട്രെയിൻ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇനി എത്ര സമയമെടുക്കും ഈ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാം? എന്താണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? അനീഷ, ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ്. 5 കൂടി ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കും എന്നുള്ളതായിരുന്നു അവസാനമായി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ച റിപ്പോർട്ട്. എന്നാൽ ഇപ്പോഴും ഗതാഗതം തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വന്ദേ ഭാരതും അതുപോലെ തന്നെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചറും എറണാകുളം എക്സ്പ്രസും ഒക്കെ 2 മണിക്കൂറിലധികം വൈകിയാണ് ഇപ്പോഴും ഓടുന്നത്. ഇപ്പോഴും തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. 2:50 ഉച്ചയ്ക്ക് 2:50 ചരക്ക് ട്രെയിൻ പാളം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളം കയറ്റിയിട്ട് വരുന്ന ഒരു ട്രെയിനായിരുന്നു ഇത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ട്രെയിൻ എഞ്ചിൻ്റെ ബാരിക്കേഡ് മറികടന്ന് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചായിരുന്നു ഈ ഒരു അപകടം നടന്നത്. ഷണ്ടിങ് ചെയ്യുന്നതിനിടെ പിഴവാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തു തന്നെയായാലും ചരക്ക് ട്രെയിൻ ആയതിനാൽ മാത്രമാണ് വലിയൊരു അപകടം ഇല്ലാതെ ആളപായമില്ലാതെ ഈ ഒരു അപകടം കടന്നു പോയത് എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു ഗതാഗതം എറണാകുളം ഭാഗത്തേക്ക് മാത്രമാണ് ഇപ്പോഴും ട്രെയിൻ ഗതാഗതം നടക്കുന്നത്. 2 മണിക്കൂറിന് ശേഷമാണ് എറണാകുളം ഭാഗത്തേക്ക് പോലും 2-3 ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോഴും ഓടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴും ഗതാഗതം പൂർണ്ണമായിട്ടില്ല. ശരി, ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത്.